സംസ്ഥാന വ്യാപക ലോക്ക്ഡൌൺ പിൻവലിച്ചേക്കും. കൂടുതൽ സ്ഥാപനങ്ങൾക്ക് വ്യാഴാഴ്ച മുതൽ പ്രവർത്തന അനുമതി നൽകും. ബാർബർ ഷോപ്പ് അതൊരു അവശ്യ വസ്തുവാണെന്ന് തോന്നുന്നു. ഇത്രയും ദിവസം അടച്ചിരുന്നതിന് ശേഷം വസ്ത്ര വ്യാപാര കേന്ദ്രങ്ങൾ, തയ്യൽ കടകൾ എന്നിവ തുറക്കുകയും പൊതുഗതാഗതം ഭാഗികമായി അനുവദിക്കുകയും ചെയ്യാനാണ് സാധ്യത. ഹോട്ടലുകൾ, ബേക്കറി, അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് കൂടുതൽ സമയം അനുവദിക്കുകയും ചെയ്യും. അതേസമയം തിയേറ്റർ, ബാർ, ഹോട്ടലുകളിലെ ഇരുന്ന് ഭക്ഷണം എന്നിവ ഉടനുണ്ടാവില്ല. ശനി, ഞായർ ദിവസങ്ങളിലെ നിയന്ത്രണങ്ങൾ നിലനിർത്തിയേക്കും. ഉമേഷാണ് ചേരുന്നത്. ഉമേഷ്, ഏതായാലും ഇന്നത്തോടു കൂടിയാണ് ഒരു കൃത്യമായ ചിത്രം കിട്ടുക എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയൊക്കെയാണ് സാധ്യതകൾ? എന്തായാലും സംസ്ഥാന വ്യാപക ലോക്ക്ഡൗൺ അത് നാളെ കൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെയുള്ള യോഗത്തിൻ്റെ തീരുമാനപ്രകാരം നമുക്ക് ഉറപ്പിക്കാം. ഇന്നലെയും വിദഗ്ധ സമിതി, ആരോഗ്യ വകുപ്പിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച വിദഗ്ധ സമിതി അത്തരം ഒരു അഭിപ്രായം പറഞ്ഞു. കാരണം ലോക്ക്ഡൗൺ പിൻവലിക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് വ്യാപനം ഏത് രീതിയിൽ മാറും എന്നുള്ള ഒരു പഠനം കൂടി നടത്തണം. കാരണം അത് മൂന്നാം തരംഗത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു കണക്കുകൂട്ടൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പതിയെ തുറന്നു കൊടുക്കുന്നതിൽ തെറ്റില്ല. രോഗവ്യാപനം കൂടിയ പ്രദേശങ്ങൾ അടച്ചിട്ടാൽ മതി. അവർ പറഞ്ഞ മറ്റൊരു കാര്യം, 500-ലധികം മാത്രം രോഗികൾ ചികിത്സയിലുള്ള ഇടുക്കി പോലും അടച്ചിട്ട സാഹചര്യമുണ്ട്. അത്തരത്തിൽ അടച്ചിടേണ്ട സാഹചര്യമില്ല. ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ തൊഴിൽ ചെയ്ത് ദിവസക്കൂലിക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന സ്ഥലങ്ങളാണ് ഇടുക്കി അടക്കം. അത്തരത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുകയും കോവിഡ് രോഗികളുടെ എണ്ണം കുറയുകയും ചെയ്യുന്ന ജില്ലകൾ പോലും സംസ്ഥാന വ്യാപകമായി അടച്ചിടുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു അടച്ചിടൽ ഇനി വേണ്ട എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ ചർച്ചയിലെ പൊതുവികാരം. ഇനി ഏത് രീതിയിൽ നിയന്ത്രണം എന്നുള്ളതിൻ്റെ ഒരു അഭിപ്രായം തദ്ദേശ സ്ഥാപനങ്ങൾ, കാരണം കഴിഞ്ഞ ദിവസം തന്നെ വിലയിരുത്തിയത് 35% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള 14 പഞ്ചായത്തുകളുണ്ട് എന്നുള്ളതാണ്. 20% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള 120-ലധികം പഞ്ചായത്തുകളുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. ഈ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള നിയന്ത്രണങ്ങളിലേക്ക് പോകണം എന്നുള്ള അഭിപ്രായമാണ് ഉയർന്നത്. അത് പൊതുവെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രായോഗികത, അത് നടപ്പാക്കുന്നതിലെ ബുദ്ധിമുട്ട്. കാരണം ഒരു തദ്ദേശ സ്ഥാപന പരിധിയിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളുണ്ടാകും. ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏത് രീതിയിൽ കാര്യങ്ങൾ നടത്തണം. കൂടാതെ ചില തദ്ദേശ സ്ഥാപനങ്ങൾ കടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. അത്തരത്തിൽ യാത്ര ചെയ്യാൻ നിൽക്കുന്നവരെ ഏത് രീതിയിൽ കടത്തിവിടണം തുടങ്ങി നിരവധി പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളായിരിക്കും ഇന്ന് പ്രധാനമായി ചർച്ച ചെയ്യുക. കൂടാതെ ലോക്ക്ഡൗൺ പൂർണ്ണമായി പിൻവലിക്കുമെങ്കിലും സാധാരണ ജീവിതം പൂർണ്ണമായി എത്തില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം നിയന്ത്രണങ്ങൾ ചെറിയ രീതിയിൽ തുടരും. കാരണം കോവിഡ് വ്യാപനം ഇപ്പോഴുമുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഡെൽറ്റ വകഭേദം ഇപ്പോഴും നമുക്കിടയിലുണ്ട്. അത് ആ വൈറസ് നമ്മുടെ ഇടയിലുണ്ട്. 93%-ലധികം പേർക്കും ഡെൽറ്റ വൈറസ് ബാധിച്ചതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. സാധാരണഗതിയിൽ 5 മുതൽ 10 പേരിലേക്ക് വരെ ഇത്തരത്തിൽ വൈറസ് വ്യാപനം കൂടാൻ കാരണം, ഒരാളിൽ നിന്ന് 5 മുതൽ 10 പേരിലേക്ക് വരെ വ്യാപനം കൂടാൻ കാരണം ഡെൽറ്റ വൈറസ് ആണ് എന്നാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി തുറന്നു കഴിഞ്ഞാൽ വ്യാപനം വലിയ രീതിയിൽ കൂടും എന്നുള്ള ഒരു കണക്കുകൂട്ടലുണ്ട്. ആ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളോട് കൂടി മാത്രമായിരിക്കും ലോക്ക്ഡൗൺ പിൻവലിക്കുക. അതിൽ പ്രധാനം, ഇത്തരത്തിൽ നിലവിൽ തുറന്നു കൊടുക്കാത്ത കുറച്ച് കടകളുണ്ട്. അതായത് ബാർബർ ഷോപ്പുകൾ, വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ, ഇടയ്ക്കൊരു 2 വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളും ചെരുപ്പ് കടകളും ഇടയ്ക്ക് തുറക്കാൻ അനുവദിച്ചുവെങ്കിലും പൂർണ്ണതോതിൽ തുറന്നു എന്ന് പറയാനായില്ല. അപ്പോൾ ആ സ്ഥാപനങ്ങൾ, കൂടാതെ തയ്യൽ കടകൾ തുടങ്ങി വരുന്ന ഇതുവരെ തുറക്കാൻ അനുവദിക്കാത്ത സ്ഥാപനങ്ങൾ കൂടി തുറക്കാൻ അനുവാദം നൽകും. കൂടാതെ നിയന്ത്രണങ്ങൾ, ഇപ്പോൾ ചില കടകൾ 7 മണി വരെ മാത്രമേ പ്രവർത്തിപ്പിക്കാവൂ. ചില അവശ്യ സർവീസ് വിൽക്കുന്ന സാധനങ്ങൾ മാത്രമാണ് 9 മണി വരെ. അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റണം എന്നുള്ളത് ആവശ്യം കഴിഞ്ഞ ദിവസം തന്നെ യോഗത്തിൽ ഉയർന്നിരുന്നു. ഒരു പക്ഷേ അത്തരത്തിൽ നിയന്ത്രണങ്ങൾ, അതായത് സമയപരിധി ഉണ്ടാകില്ല. കാരണം രാത്രി വൈകി വന്ന സാധനം വാങ്ങിയാൽ പോലും ഒരേ സമയത്ത് കൂടുതൽ ആൾക്കൂട്ടം ഒരു കടയിൽ ഉണ്ടാകുമ്പോഴാണ് രോഗവ്യാപന സാധ്യത കൂടുതൽ സമയം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകുന്നതോടുകൂടി ഇത്തരത്തിൽ ആൾക്കൂട്ടങ്ങൾ കടയിൽ ഒഴിവാകും. അത് രോഗവ്യാപന സാധ്യത കുറയ്ക്കും എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. ആ രീതിയിൽ കടകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ച് നൽകും. ഓട്ടോ, ടാക്സി എന്നിവ ഓടാൻ അനുമതി നൽകും. സ്വകാര്യ ബസ്സുകൾ, KSRTC ബസ്സുകൾ എന്നിവ നിയന്ത്രണത്തോടുകൂടി ഓടാൻ അനുമതി നൽകും. കൂടാതെ മറ്റ് ബാങ്കുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവ നിയന്ത്രണത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള സാഹചര്യവും ഒരുങ്ങും. ഗോപി.
ഗോപി, എനിക്കൊന്ന് ഈ കടകൾ തുറക്കുന്നതിൽ ആളുകൾക്ക് കുറച്ചുകൂടി സംശയമുണ്ടാവും. കാരണം ഏതൊക്കെ കടകളാണ് തുറക്കുന്നത് എന്നൊക്കെയുള്ള കാര്യത്തിൽ ഉമേഷ് സ്വാഭാവികമായിട്ടും ഒരു സംശയമുണ്ടാകും. കാരണം പല ആവശ്യങ്ങളാണല്ലോ പലർക്കും ഉണ്ടാവുക. അപ്പം കൃത്യമായിട്ട് ഏതൊക്കെ കടകളായിരിക്കും തുറക്കുക? നേരത്തെ പറഞ്ഞു വസ്ത്രം, അതുപോലെ ചെരുപ്പ് കടകൾ, ബാർബർ ഷോപ്പ്, അങ്ങനെയൊക്കെയുള്ള കടകൾ പറഞ്ഞു. പക്ഷെ അതിനേക്കാൾ ആവശ്യങ്ങളുള്ള മറ്റേതൊക്കെ കടകൾക്കായിരിക്കും ഇളവുണ്ടാവുക? എത്ര സമയം വരെ? ഇപ്പൊ 7 മണി വരെ എന്നുണ്ടായിരുന്നത് അതിനേക്കാൾ കൂടുതൽ എത്ര സമയം വരെ ആയിരിക്കും ആ ടൈമിംഗ് നീളാൻ സാധ്യത? നേരത്തെ തന്നെ ഇത്തരത്തിൽ നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന കടകൾ, പെയിന്റ് കടകൾ തുടങ്ങിയവയെല്ലാം പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയിരുന്നു. അത് ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്നു എങ്കിൽ പോലും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർവ്വതോതിൽ നടത്താനുള്ള അനുമതി നൽകിയത് കൊണ്ട് തന്നെ അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ വിൽക്കുന്ന കടകളും തുറക്കാൻ അനുമതി നൽകിയിരുന്നു. അതേ രീതിയിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കട അടച്ചിടാനുള്ള സാധ്യതയില്ല. അതിൽ അടച്ചിടാൻ നിർദ്ദേശിക്കുന്ന സാഹചര്യങ്ങൾ ഒന്ന് ബാറുകൾ, കൂടാതെ ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സാധ്യത, കൂടാതെ ബിവറേജുകൾ എന്നിവ ഒരുപക്ഷെ 17-ാം തീയതി തന്നെ തുറക്കില്ല. അതിനെക്കുറിച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ കൂടി പ്രഖ്യാപിച്ച ശേഷം മാത്രമേ തുറക്കാൻ സാധ്യതയുള്ളൂ. ബാക്കി എല്ലാ കടകളും, അതായത് നിലവിൽ ലോക്ക്ഡൗണിന് മുൻപ് പ്രവർത്തിച്ചിരുന്ന ബാക്കി എല്ലാ കടകളും അത് നിയന്ത്രണങ്ങളോടുകൂടി, അതായത് പ്രത്യേകിച്ച് അടച്ചിട്ട മുറിയിൽ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് കോഫി ഷോപ്പുകൾ, AC ഉള്ള കോഫി ഷോപ്പുകൾ എന്നിവയെല്ലാം പ്രവർത്തിക്കുമ്പോൾ AC ഓഫ് ചെയ്യുക, പകരം ഫാന് വെക്കുക, അത്തരത്തിലുള്ള തുറസായ അല്ലെങ്കിൽ ഷട്ടറുകൾ പൂർണ്ണമായി തുറന്നിടുക, AC പൂർണ്ണമായി ഓഫ് ചെയ്ത് വാതിലുകൾ തുറന്നു വയ്ക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഉണ്ടാകും. പക്ഷേ മാളുകൾ എന്നും ഉടൻ പ്രവർത്തനാനുമതി നൽകില്ല. മാളുകളിലെ സൂപ്പർ മാർക്കറ്റുകൾക്ക് ഒരു പക്ഷേ അത് പ്രത്യേക സാഹചര്യം പരിഗണിച്ച് പ്രവർത്തനാനുമതി നൽകിയാലായി. പക്ഷേ മാളുകൾക്ക്, വലിയ മാളുകൾക്ക് ഉടൻ പ്രവർത്തനാനുമതി ഉണ്ടാകില്ല. സൂപ്പർ മാർക്കറ്റുകളിലും ഈ പറഞ്ഞതുപോലെ AC ഓഫ് ചെയ്ത ശേഷം തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള അനുമതി നൽകും. ഈ രീതിയിലായിരിക്കും നിയന്ത്രണങ്ങൾ ഇളവ് ചെയ്യുക. സുമേഷ്, ഒരു ഒറ്റ കാര്യം കൂടി, ഈ ഓട്ടോ, ടാക്സി തുടങ്ങിയവ പറ്റും അല്ലേ എന്നാണ് മനസ്സിലാക്കണം. പിന്നെ ബസ്സോ? തീർച്ചയായും ഇതുവരെയുള്ള കാരണം കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നപ്പോൾ അതിനെ ആരും എതിർത്തിട്ടില്ല. ഓട്ടോ, ടാക്സി എന്നിവ ഓടുന്നതിനെ എതിർത്തിട്ടില്ല. ഇപ്പോൾ നേരത്തെ കോവിഡ് 1-ാം തരംഗം കഴിഞ്ഞപ്പോൾ തന്നെ ഓട്ടോയും ടാക്സിയും ഓടിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. കാരണം ഡ്രൈവർ ക്യാബിൻ പ്രത്യേകമായി മറച്ചുകൊണ്ട് AC ഓഫ് ചെയ്ത് സർവീസ് നടത്താനുള്ള അനുമതി നൽകിയിരുന്നു. ആ രീതിയിലായിരിക്കും പക്ഷേ ഇത്തരത്തിൽ ഓട്ടോ, ടാക്സി ഓടുക. എങ്കിലും ഓട്ടോ, ടാക്സി ഓടാനുള്ള അനുമതി നൽകാനാണ് ഇപ്പോഴത്തെ ധാരണ. സുമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ലോക്ക്ഡൌണിന് നല്ല രീതിയിലുള്ള ഇളവുകൾ തന്നെ വരാൻ പോകുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോഴും പറയേണ്ടതും നമ്മൾ ഓരോരുത്തരും നമുക്കറിയാവുന്ന കാര്യമാണ്, എന്നാലും ഒന്നുകൂടി പറയുന്നതേ ഉള്ളൂ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞു എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ 1 മാസമായി എല്ലാവരും വീട്ടിലിരുന്നതിന് ശേഷമാണ്. പുറത്തിറങ്ങിയാൽ ഇനി എന്താ ഉണ്ടാവുക എന്നുള്ളത് ഉദാഹരണമുണ്ട്. കഴിഞ്ഞ തവണ ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോഴായിരുന്നു അത് വലിയൊരു വേവായിട്ട് വന്നത്. പക്ഷെ അന്ന് നമുക്ക് ഇത്ര വിവരമില്ലായിരുന്നു. നമുക്കെല്ലാം മാത്രമല്ല ഭരിക്കുന്നവർക്കും വലിയ വിവരമില്ലായിരുന്നു. കാരണം നമ്മൾ കണ്ടതല്ലേ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ. അപ്പൊ ആ ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ 42,000-ത്തിലധികം രോഗികൾ ഒരു ദിവസം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ ഇത്രയും പിടിച്ചു കെട്ടിയിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് ലോക്ക്ഡൌൺ ഇളവുകൾ ഉപയോഗിക്കുക. കാരണം ഈ ഇളവുകൾ സംഭവിക്കുന്നത് തന്നെ ഇത്രയും കാലം ലോക്ക്ഡൌണിൽ അടച്ചിരിക്കുമ്പോൾ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ തന്നെ ന്യൂസ് എയ്റ്റിൽ നിന്ന് വിശദമായി തന്നെ ആ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ബുദ്ധിമുട്ടിലാണ് എല്ലാ മനുഷ്യരും. അപ്പോൾ അതിൻ്റെ ഒരു ആശ്വാസം എന്നുള്ള നിലയിലാണ് പുറത്തിറങ്ങി കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാനുള്ള സുരക്ഷ നമ്മൾ തന്നെ കരുതുക. ഇത് പറയാന്നേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ ജീവിത സാഹചര്യമാണ്. പക്ഷേ എല്ലാവരും കരുതിക്കൊണ്ടിരിക്കുക.